ഇന്ന് പകൽ അവർ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം 2 തൊട്ട് വായിച്ചു. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. മതി. ഹല്ലേലൂയ. ആമേൻ. 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്തു. ആരാ കാണിച്ചു കൊടുത്തേ? യേശു കർത്താവ്. എപ്പോഴാണ് കാണിച്ചു കൊടുത്തത്? എപ്പോഴത്തെ സംഭവം ഇത് പറയുന്നേ? യേശു കർത്താവ് ക്രൂശിൽ മരിച്ചതിന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, ആമേൻ, ഹല്ലേലൂയ, തൻ്റെ ശിഷ്യന്മാർക്കും തൻ്റെ പ്രിയപ്പെട്ടവർക്കും പ്രത്യക്ഷനായ, ആമേൻ, ചില സാഹചര്യങ്ങളെ പറ്റിയാണ് ഇവിടെ വായിക്കുന്നത്. പ്രത്യക്ഷനായ ശേഷം ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, ആരുമായിട്ടാ? തൻ്റെ പ്രിയപ്പെട്ടവരുമായി കൂടിയിരിക്കുമ്പോൾ. ഹല്ലേലൂയ. കൂടിവരവെന്ന് പറയുന്നത് ബൈബിളിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. ഒരുമിച്ച് കൂടി വരിക, ഒരുമനപ്പെട്ട് വരിക. അവിടെയാണ് ദൈവാത്മാവ് ചലിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരേ ആത്മാവിൽ, ആമേൻ, എന്താ? ഒരേ ആത്മാവിൽ കൂടി വരിക, ഒരു മനസ്സോടെ കൂടി വരിക. അവിടെ ദൈവം ഇറങ്ങി വരും. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും എന്ന, വെറുതെ കൂടി വരാനല്ല, എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, അതിന് പറയുന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവിൽ 2-3 പേർ അവിടെ ഉണ്ടെങ്കിൽ ദൈവം അവിടെ ഇറങ്ങുമെന്ന. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ 2-3 പേർ കണക്റ്റായി നിന്ന് കഴിഞ്ഞാൽ, ആമേൻ, അവിടെ ദൈവം ഇറങ്ങുമെന്ന. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം പ്രസാദിക്കും. അത് ഏറ്റവും അധികം ദൈവമായുള്ള ബന്ധം നമുക്ക് വേണം. എന്നാൽ കൂടിവരവിനെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ജനങ്ങൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. എപ്പോഴാ? യേശുവുമായി കൂടി വന്നപ്പോഴാണ് ചില കാര്യങ്ങൾ സംസാരിച്ചത്. ഈ കൂടിവരവിനകത്ത് ഇവർക്കൊരു വാഗ്ദത്തം കിട്ടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ കൂടിവരവിനകത്ത് ഇവർക്കൊരു വാഗ്ദത്തം കിട്ടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എന്താ വാഗ്ദത്തം? വായിക്കാമോ? ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. എന്താണ്? യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ടൊരു സ്നാനമുണ്ട്. ഇതാര് പറയുന്നതാ? യേശു പറയുന്നതാ. അങ്ങനെയാണെങ്കിൽ ഈ 2 കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. വെള്ളത്താലുള്ള സ്നാനം എന്ന് പറയുന്നത് ഒരു ഒരുക്കമാണ്. എന്തിനു മുമ്പേ? പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് മുമ്പേ ഉള്ള ഒരു ഒരുക്കമാണെന്ത്?
വെള്ളത്താലുള്ള സ്നാനം. യോഹന്നാൻ എന്തിനു വേണ്ടിയാ വന്നത്? ആമേൻ. ദൈവത്തിന്റെ പുത്രന് വഴിയൊരുക്കുവാൻ, അവന് വഴികളെ ഒരുക്കി കൊടുക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി. ഇനി നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്താണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുക? ആമേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാക്ഷികളാകണമെങ്കിൽ അവൻ നിങ്ങൾക്ക് മേലൊരു പുതിയ ശക്തിയുടെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയാ നിങ്ങൾക്ക് സാക്ഷിയാകാൻ പറ്റുന്നത്? ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ ലൈഫിനകത്തൊരു റിവൈവൽ സംഭവിക്കണം. അവൻ നിങ്ങളുടെ ലൈഫിനകത്തൊരു വിടുതൽ സംഭവിക്കണം. നിങ്ങളുടെ ലൈഫിനകത്തൊരു രൂപാന്തരം സംഭവിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സാക്ഷിയാകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിന്റെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ഒരു റിവൈവൽ, ഹല്ലേലൂയ, ചിലരുടെ മേൽ ആത്മാവിൽ ഞാൻ കൽപ്പിക്കുന്നു. ഞാൻ ആത്മാവിൽ അതിനെ റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ആ ശക്തി ലഭിക്കും. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിന് വരുന്നതിന് മുമ്പേ ഒരു ഒരുക്കമുണ്ട്. നിങ്ങൾക്ക് ആ ചെയ്യാൻ പോകുന്ന കാര്യത്തോട് എന്തോ നല്ല താല്പര്യമുണ്ട്, അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിലേ നിങ്ങൾ ഒരുങ്ങത്തുള്ളൂ. ആമേൻ. അങ്ങനെയാണോ? അങ്ങനെയല്ലേ? നിങ്ങളൊരു യാത്രയ്ക്ക് പോകാൻ, അമ്മ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ, നിങ്ങളിപ്പോൾ ഇവിടുന്ന് ദുബായിക്ക് പോവുകയാണെങ്കിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, എത്ര കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യും, എത്ര അറേഞ്ച്മെന്റ്സ് നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അതുപോലെയാണ് പരിശുദ്ധാത്മാവിന് സ്നാനത്തിന് വേണ്ടിയുള്ള ഒരുക്കം. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മാവ് ചലിക്കാൻ ഒരുക്കം ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരുക്കം ആവശ്യമാണ്. നിങ്ങൾ സഭയിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് വേണം വരാൻ. ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ അധികമായി ഇതിനകത്ത് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം. ഹല്ലേലൂയ. ഇത് നമ്മൾ ദൈവവുമായുള്ളൊരു ബന്ധമാണിത്. ഹല്ലേലൂയ. ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോൾ നമ്മുടെ ഒരുക്കങ്ങൾ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആർക്കൊക്കെ അത് എന്നോട് കൂടെ യോജിക്കുന്നു, ആർക്കും അത്ര സന്തോഷമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ പണ്ട് തൊട്ട് ഞാനും അങ്ങനെയായിരുന്നു. പള്ളി പോകും, അവിടെ പോയിരിക്കും, ഒരു സന്തോഷമാണ്. പുറത്തൊക്കെ ഒന്ന് കറങ്ങും, പിള്ളേരോടൊക്കെ സംസാരിക്കും, തിരിച്ചു പോരും. ഹല്ലേലൂയ. സന്തോഷമാണ്, അത് നല്ല കാര്യമാണ്. പക്ഷെ അതല്ല ദൈവത്തിന് വേണ്ടത്. നമ്മളൊരു ഞായറാഴ്ച എന്താ പറയുക, ആ ഒരു രീതിയല്ല നമുക്ക് വേണ്ടത്. ആമേൻ. എന്തോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുണ്ടെന്ന ഒരു ഉറപ്പോടെ വേണം നമ്മൾ ആയിത്തീരുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇത് ഉണർവിന്റെ ഭാഗമാണ് കേട്ടോ. ഉണർവെന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, ഉണർവ് ആദ്യം അവിടുന്ന് തന്നെ തുടങ്ങണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേരുടെ കൂടെ ഉണ്ട്? ഉണ്ടെങ്കിൽ ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ ഉറക്കെ ശക്തിയോടെ ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ആമേൻ. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട്
അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു മേഘം വന്നവനെ മൂടി. ആമേൻ, ഹല്ലേലൂയ. അവരുടെ കാഴ്ച മറഞ്ഞു. ആറ് ശിഷ്യന്മാരുടെ. അവർ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് രണ്ട് പുരുഷന്മാർ വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത അവൻ വീണ്ടും വരും. അവൻ പോയതുപോലെ വീണ്ടും വരും. ഹല്ലേലൂയ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? അവൻ നിങ്ങളെ അവൻ വിട്ട് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത അവൻ വീണ്ടും വരും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു അവൻ പോയതുപോലെ വീണ്ടും വരും? ഹല്ലേലൂയ. അവൻ പോയതുപോലെ വീണ്ടും വരും. ഹല്ലേലൂയ. അവൻ പ്രവാചകന്മാർ പ്രവചിച്ചു പറഞ്ഞ മൂന്നാമത്തെ ലോകം കാണാനിരിക്കുന്ന അതിശക്തമായ റിവൈവലിനും ശേഷം അവൻ വരും. ഹല്ലേലൂയ. അവൻ ലോകം ഇന്നു വരെ അനുഭവിക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അന്ന് സംഭവിക്കും. ഹല്ലേലൂയ. ഇത് റിവൈവലിന് മുന്നേ ഉള്ള ഒരുക്കമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ, ആരാ വിളിച്ചു പറഞ്ഞേ? വെള്ള വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ. ദൂതന്മാർ എന്ത്? നമ്മുടെ സേവകാത്മാക്കളാ. ആമേൻ. ദൂതന്മാരോട് നമുക്ക് കൽപ്പിക്കാൻ പറ്റും. ദൂതന്മാരോട് കൽപ്പിച്ചാൽ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ദൂതന്മാരെ ആരാധിക്കരുത്, അത് തെറ്റാണ്. എവിടെങ്കിലും അങ്ങനെ ഒരു ധാരണയോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അവൻ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അതുകൊണ്ട് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. ഹല്ലേലൂയ. എന്നാൽ ദൂതന്മാരോട് നമുക്ക് കൽപ്പിക്കാൻ കഴിയും. ദൂതന്മാരാരാ? അവരെക്കാട്ടെ ശ്രേഷ്ഠരായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അവരെ പേടിക്കാനല്ല. ആമേൻ. എപ്പോഴും ദൂതന്മാർ വരുമ്പോ എന്തോ പറയുന്നേ? ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. മറിയയുടെ മുമ്പിൽ ദൂതൻ വന്നപ്പോ എന്തോ പറഞ്ഞേ? ഭയപ്പെടേണ്ട. ദാനിയേലിന്റെ മുമ്പിൽ ദൂതൻ ഇറങ്ങിയപ്പോ എന്തോ പറഞ്ഞേ? ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളെ ഭയപ്പെടുത്താനല്ല ദൂതൻ വരുന്നത്, നിങ്ങളെ പുതിയൊരു മൂവിലേക്ക് കയറ്റാനാണ് ദൂതൻ വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൂതൻ വരുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയിലാണ് ദൂതൻ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഒരു പുതിയ മൂവ് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ദൂതന്മാരെ കാണാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എത്ര വിശ്വസിക്കുന്നു? ആമേൻ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസമുള്ള വഴി ദൂരത്ത് ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ഈ ദൂതന്മാർ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ വീണ്ടും വരും. എന്തിനാ പറയാൻ കാര്യം? തങ്ങളുടെ ഗുരുനാഥൻ പോയതിൻ്റെ ഭാരത്തിലും വിഷമത്തിലും പേടിച്ചിരിക്കുക ഇവര്. ഹല്ലേലൂയ. ഭയപ്പെട്ടിരിക്കുക, ഭയത്തോടിരിക്കുക ഇവര്. ഹല്ലേലൂയ, ആമേൻ. ഭയത്തിന്റെ മധ്യ ദൂതന്മാർ ഇറങ്ങി നിൽക്കും. ആമേൻ. ഇന്ന് പകൽ ഏതെങ്കിലും ഭയം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതസൈന്യം ഇറങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുക, നിങ്ങളുടെ ദൂതന്മാരോട് കൽപ്പിക്കുക, നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരും. ഹല്ലേലൂയ, ആമേൻ. ഇതിന് ശേഷം ഇവരെന്താ ചെയ്തേ നോക്കണേ. അവൻ നമ്മളോട് ദൂതനകത്തേക്ക് കയറുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങളെ അതിനു വേണ്ടി ഒരുക്കുകയാ. ഹല്ലേലൂയ, ആമേൻ. പത്രോസ് ഒരു മാളിക മുറിക്കകത്തേക്ക് കയറിപ്പോയി. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ 13 തൊട്ടുള്ള വാക്യം ഒന്ന് വായിച്ചു. 13 തൊട്ടുള്ള വാക്യം. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി
പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മതി. ആമേൻ. നിങ്ങൾ വായിച്ചപ്പോൾ ഇത് എണ്ണിയായിരുന്നോ? എണ്ണാൻ അത്ര എളുപ്പമല്ല. യേശുവിൻ്റെ 11 ശിഷ്യന്മാർ. എന്താ ഭാഷ തെറ്റിച്ച് പറയുന്നത്? യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ട്? പിന്നെ ഒരാൾ എവിടെ പോയി? ഇവിടെ വായിച്ചിട്ട് എത്ര പേരുണ്ട്? എണ്ണി നോക്കിക്കോ. എത്ര പേരുണ്ട്? 11 പേര്. ഒരാൾ എവിടെ പോയി? നിങ്ങൾ തപ്പി കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. 11 പേരും. പിന്നെ ആരൊക്കെയാ കൂടെ? യേശുവിൻ്റെ സഹോദരന്മാര്, യേശുവിൻ്റെ അമ്മ. അങ്ങനെ എത്ര പേര് കാണും? ഒരു 10, 20, 25 പേര്. ഇവരെന്തോ ചെയ്തേ? ഒരുമിച്ച് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആമേൻ. അതിനകത്തൊരു വേടുണ്ട്, ഒരുമിച്ച്. ആമേൻ. ഏകദേശം 10 20 പേർ ചുരുങ്ങിയ ഒരു കൂട്ടം ഒരുമിച്ച് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ ആർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയും? ഒരു അബണ്ടന്റ് ഇൻക്രീസ് അവൻ ഡോർ ടു ക്രൈസ്റ്റിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് റിലീസ് ചെയ്യുക. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ ജനുവരി മാസം 1-ാം തീയതി, ആമേൻ, നമുക്ക് രാത്രിയിൽ ന്യൂ ഇയർ സർവീസ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പൊ ദൈവം എന്നെ രാത്രിയിൽ തൊട്ട ഒരു വേട് ഇതാണ്. ഒരു ദൈവദാസൻ അവരുടെ സഭയിൽ പറഞ്ഞ ഒരു വേട് ഇതാണ്: അബണ്ടന്റ് ഇൻക്രീസ്. ഹല്ലേലൂയ. ദൈവങ്ങളെ, ഞാനത് ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഞാനത് സ്വീകരിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു: പുതിയ ആരംഭങ്ങളെ ദൈവം തരും. എൻ്റെ ഒരു സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞു. ഇന്ന് പകൽ ഈ വേട് നിങ്ങളുടെ മേൽ ഡിക്ലെയർ ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ആമേൻ. അതിനുശേഷം ചില ചലനങ്ങൾ എനിക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, സകലസ്ഥ മേഖലയ്ക്കകത്ത് ഒരു ചലനം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഒരു അബണ്ടന്റ് ഇൻക്രീസ് ഉണ്ടാകാൻ പോകുകയാണ്. സമസ്ത മേഖലയ്ക്കകത്തും നീ വിശ്വസിക്കാൻ കഴിയാത്തൊരു കുതിച്ചു ചാട്ടത്തിലേക്ക് നീ കയറാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണേ, യേശുവിന്റെ ശിഷ്യന്മാർ ഏകദേശം 10 20 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുക: ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം, ഹല്ലേലൂയ, അവൻ ഒരു ചെറിയ കൂട്ടത്തെ അടുത്തൊരു മൂവിലേക്ക് ദൈവം കയറ്റുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. 20-നെ 120 ആക്കി എന്നെ ദൈവം വർദ്ധിപ്പിക്കുകയോ അടുത്തൊരു മൂവിനകത്തേക്ക്. ഹല്ലേലൂയ, അടുത്തൊരു വർദ്ധനവിനകത്തേക്ക്. ഇത് ഡോർ ടു ക്രൈസ്റ്റ് കയറാൻ പോകുകയോ. ഇന്ന് പകൽ ആരൊക്കെ വിശ്വസിക്കുന്നു? ഒരു അബണ്ടന്റ് ഇൻക്രീസ്. ഹല്ലേലൂയ, ഒരു അബണ്ടന്റ് ഇൻക്രീസ്. അത് നിന്റെ സാമ്പത്തിക മേഖലയ്ക്കകത്ത്, അത് നിന്റെ സാമ്പത്തിക മേഖലയ്ക്കകത്ത്, അത് നിന്റെ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത്, ഹല്ലേലൂയ, അത് നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അത് സംഭവിക്കാൻ പോകുകയോ. Hallelujah, hallelujah, amen. ഇത് പകൽ ആർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുക? ആ വേടിനെ ആരൊക്കെ സ്വീകരിക്കുന്നു?
ഇന്ന് പകൽ എന്നെ പറഞ്ഞ സാക്ഷ്യം പോലെ ഈ വേടിനെ നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ അവൻ ഞാൻ ആത്മാവിൽ കാണുന്നു. സഭയ്ക്കകത്തൊരു ചലനമുണ്ട്. അവൻ എൻ്റെ ലൈഫിനകത്ത് ഒരു ചലനം ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ഇത്ര ഉറപ്പോടെ ഈ വാക്കിനെ ഇവിടെ ഡിക്ലെയർ ചെയ്ത് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരാൻ പോകുക. ഇത് ദൈവത്തിന്റെ ദൂതന്മാർ ഇതിനെ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിനകത്ത് അസാധാരണ മൂവ്മെന്റുകൾ, ഒരു സ്മാർട്ട് മൂവ്മെന്റുകൾ 20 ഇതാ 120 ദൈവം കയറ്റി നിർത്തി. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഒരുമനപ്പെട്ട് നിങ്ങൾ തുടങ്ങുന്നെങ്കിൽ ദൈവം അതിനെ വർദ്ധിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവം അതിനെ വർദ്ധിപ്പിക്കും. ദൈവം വർദ്ധിപ്പിക്കും. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച, ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ച. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ ക്രിസ്തു യേശുവിൽ അവന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ഇന്ന് പകൽ ഈ വചനത്തെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ വെറുതെ കേട്ടുകൊണ്ട് പോകരുത്. ഉള്ളിൽ നിങ്ങൾ സംഗ്രഹിക്കണം. ഇതിനെ വെച്ച് പ്രാർത്ഥിക്കണം. ഇത് തളിർക്കും, ഇത് തളിർക്കും, ഇത് തളിർക്കും. അഹരോന്റെ വാടി തളിർത്തതുപോലെ, അത് തളിർത്തതുപോലെ ഇത് പൂക്കും, ഇത് കായ്ക്കും, ഇത് ഫലം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പൂക്കും, ഇത് കായ്ക്കും, ഇത് ഫലം തരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവ മക്കളെ, ശ്രദ്ധിക്കണം ദൈവ മക്കളെ. ഒരു അബണ്ടൻ ഇൻക്രീസിനകത്തേക്ക് ദൈവം മൂവ് ചെയ്യിപ്പിക്കാൻ പോകുക. അവൻ ആ കാലത്ത് 120 പേരുള്ള സംഘം കൂടിയിരിക്കുമ്പോൾ, ആമേൻ, 120 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉണർവ് ആരംഭിച്ചു. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ ഉണർവ് ആരംഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവൻ അതിന്റെ 1 തൊട്ടുള്ള വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തോ വേണം? ഒന്നിച്ച് കൂടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ കൊണ്ടുവരും. ആമേൻ. നിങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിനകത്ത് അസാധാരണ മഹത്വങ്ങൾ വെളിപ്പെടും. ശ്രദ്ധിക്കണേ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ. ആമേൻ. എന്താ? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. ഹല്ലേലൂയ. അവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്താണ്? അവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കുന്നു. നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ചില കാറ്റുകൾ അടിക്കും. അവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കുന്നു. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയും. ചില കാറ്റുകൾ അവൻ്റെ ദൂതന്മാരാ. ചില കാറ്റുകൾ അവൻ്റെ ദൂതന്മാരാ. ഹല്ലേലൂയ. നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരും. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നതിന്റെ അടയാളങ്ങൾ കേൾക്കാം. അവൻ ചില മുഴക്കങ്ങൾ കേൾക്കാം, ചില ശബ്ദങ്ങൾ കേൾക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരൊക്കെ വിശ്വസിക്കാൻ തയ്യാറാ? അവൻ ചില മുഴക്കങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കാൻ പോകുക. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അവൻ ചില മുഴക്കങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മനുഷ്യന്റെ അകത്ത്, ഹല്ലേലൂയ, നിങ്ങളുടെ ഉറക്കത്തിന്റെ അകത്ത് ചില ദൂതന്മാരുടെ എൻകൗണ്ടർ ഉണ്ടാകാൻ പോകുന്നു. ചില എൻകൗണ്ടർ ഉണ്ടാകാൻ പോകുന്നു. ചില എൻകൗണ്ടർ ഉണ്ടാകാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അമ്മേൻ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? അമ്മേൻ. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോ എന്തോ ചെയ്തെന്ന് അവർ പറയുന്നേ, സകലരും അന്യഭാഷകളിൽ സംസാരിച്ചു. അമ്മേൻ. ചിലപ്പോൾ നിങ്ങളൊക്കെയും അന്യഭാഷയ്ക്ക് ഇതെന്തുമാത്രം ശരിയാണോ തെറ്റാണെന്നോ ചിന്തിക്കുന്നവരാകാം. ആമേൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് സംസാരിക്കുന്നു. ആത്മാവ് വരുമ്പോൾ അവൻ ദൈവം ചിലതുമേൽ പകരുകയാ. എന്താ? അവൻ ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷയെ. ഹല്ലേലൂയ. അവിടെ കൂടിയിരുന്ന സകലരെയും ദൈവം നിറച്ചു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകലത്തിൽ നിറയ്ക്കും. ആ നിറവെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. സമസ്ത മേഖലയ്ക്കകത്തൊരു നിറവുണ്ടാകും. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. ഇത് പകൽ അവൻ ഇവിടെ ഇരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ദൈവമേ എന്നെ തൊടണമേ എന്ന പ്രാർത്ഥനയോടെ വേണം നിങ്ങൾ ഇരിക്കാൻ. പരിശുദ്ധാത്മാവേ എന്നെ തൊടണമേ എന്ന പ്രാർത്ഥനയോടെ വേണം നിങ്ങൾ ഇരിക്കാൻ. ഹല്ലേലൂയ. 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 ആമേൻ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ നിറവിന് ശേഷം, മൂവിന് ശേഷം, ഹല്ലേലൂയ, ഒരു വ്യക്തിയുടെ മേൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുക. നമുക്കെപ്പോഴും ഈ വിടുതലിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗാണ് കേൾക്കാൻ. ഹല്ലേലൂയ. ബട്ട് നമുക്കത് റിവൈവലിനകത്തേ ഇത് വെളിപ്പെട്ട് വരത്തുള്ളൂ. റിവൈവൽ എന്ന് വെച്ചാൽ എന്തുവാ? അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് റിവൈവൽ. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും രോഗസൗഖ്യങ്ങളും എല്ലാം എന്തിനു വേണ്ടിയാ? ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ തിരിക്കാൻ വേണ്ടിയാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങുമ്പോഴാ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ആമേൻ. അതോടുകൂടെ സകലതും നിങ്ങൾക്ക് തരും. ആമേൻ. നമ്മൾ ഇതിനു വേണ്ടി ഒരു വാഞ്ചയുള്ളവരായിരിക്കണം. എന്തിനു വേണ്ടിയാ? ഒരു ആത്മനിറവിന് വേണ്ടി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന സഹായകന് വേണ്ടി നമ്മൾ കൊതിക്കണം. അവിടെയാ നിങ്ങൾക്ക് നിറവുണ്ടാകുന്നത്. അവിടെയാ നിങ്ങളുടെ ജീവിതം സഫലമാകുന്നത്. അവിടെയാ നിങ്ങളുടെ ജീവിതം സക്സസ് ആകുന്നത്. ഹല്ലേലൂയ. അവിടെയാ നിങ്ങൾ പരാജയത്തിനകത്തു നിന്നും വിജയത്തിനകത്തേക്ക് കയറുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെയാ നിങ്ങളൊരു സാധാരണ മനുഷ്യനിൽ നിന്നും ഒരു സൂപ്പർ നാച്ചുറൽ മനുഷ്യനായി മാറുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ ദൈവത്തോട് ചോദിക്കണം, ആമേൻ ദൈവത്തിന്റെ ആത്മാവിനെ പകരണമേ എന്ന്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് പകരണമേ എന്ന്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളത് വാഞ്ചിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ, ഹല്ലേലൂയ, ദൈവം നിങ്ങളിലേക്ക് ഇത് പകരാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു താൽക്കാലിക വിടുതലിനകത്ത് മാത്രം നിങ്ങൾ നിൽക്കേണ്ടി വരും. ആമേൻ. ഒരു പ്രശ്നമുണ്ടാകും, ഒരു വിടുതൽ കിട്ടും. ആമേൻ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. നമ്മൾ മരിക്കുന്നവരെ എന്തുണ്ട്? കഷ്ടങ്ങൾ വരും, പക്ഷെ യേശു അതിനെ ജയിച്ചിരിക്കുന്നു. ആമേൻ. നമ്മൾ യേശുവിങ്കിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്നത് ആരാ? യേശുവിനെ പറ്റിയുള്ള ചിന്ത നമ്മൾ കൊണ്ടുവരുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണ നിറവിൻ്റെ അനുഭവങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരണമെന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അത് വന്നെങ്കിൽ മാത്രമേ ഒരു പൂർണ്ണതയുള്ള ട്രാൻസ്ഫർമേഷൻ നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ. ആമേൻ. അത് എല്ലാ മേഖലയിലും നമുക്ക് മാറാൻ കഴിയും. നമ്മുടെ സകല ചിന്താഗതികളും മാറും. ആമേൻ. നമ്മുടെ സമസ്ത ആമേൻ മേഖലയ്ക്കകത്തും ഒരു ചേഞ്ച് സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ.
ശ്രദ്ധിക്കണേ, യേശു കർത്താവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോവാൻ അവിടെ പിടിക്കപ്പെട്ട് നിൽക്കുമ്പോ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞതാരാ? യോഹന്നാനാ? യാക്കോവാ? അന്ത്രയോസാ? ആരാ? ഉറപ്പാണേ? ആണേ? പത്രോസ് ആരായിരുന്നു? അവന്റെ ജോലി എന്തായിരുന്നു? ഹല്ലേലൂയ. യേശു കർത്താവ് അവനോട് എന്നാ പറഞ്ഞേ? നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഹല്ലേലൂയ, ആമേൻ. ഒരു വാഗ്ദത്തം ഇവന്റെ മേൽ കിടപ്പുണ്ട്. ആര് പറഞ്ഞത്? യേശു പറഞ്ഞത്. ആമേൻ. എന്നാൽ ഈ വാഗ്ദത്തം വരുന്നത് എപ്പോഴാ? യേശു പോയതിനു ശേഷം. ഏതാ വാഗ്ദത്തം? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. ഇവൻ എങ്ങനെയാ മനുഷ്യനെ പിടിക്കുന്നവനാകുന്നത്? പരിശുദ്ധാത്മാവിന്റെ വരുമ്പോൾ ആ മാളിക മുറിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനാൽ ഇവനാകമാനം ചേഞ്ച് ആകുക. ഹല്ലേലൂയ. ഇവന്റെ ലൈഫ് ചേഞ്ച് ആകുക, ഇവന്റെ ജീവിതം ചേഞ്ച് ആകുക, ഇവന്റെ പൊസിഷനുകൾ ചേഞ്ച് ആകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിന്റെ വരവിന് ശേഷം ഇവൻ ആളാകെ മാറി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണ ദൈവമക്കളെ, ആമേൻ. ഇവൻ പറഞ്ഞതൊക്കെയും ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങി. ആര് പറഞ്ഞത്? ഒരു സാധാരണ മുക്കുവനായ ഒരുത്തൻ പറഞ്ഞതൊക്കെയും ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങി. ആമേൻ. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 36 മുതൽ വാക്യം എന്ന് വായിക്കും. 36 മുതൽ 2-ാം അധ്യായത്തിന്റെ 36 മുതൽ വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ താഴത്തുള്ള വാക്യങ്ങൾ ഇത് 37 ഇതു കേട്ടിട്ട് അവർ ഹൃദയത്തിൻ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്തോ ചെയ്യണം? ഓക്കേ, ആമേൻ. അടുത്ത വാക്യം. എന്നാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ആമേൻ. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആമേൻ. വായിച്ചു താഴോട്ട്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഏവർക്കും ഉള്ളതാണ് വാഗ്ദത്തം. ആമേൻ. വാഗ്ദത്തം ആർക്കുണ്ട്? സകലർക്കും വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. താഴോട്ടുള്ള വാക്യം. മറ്റു പല വാക്കുകളായും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ ശ്രദ്ധിക്കണേ, മറ്റു പല വാക്കുകളാലും എങ്ങനെ പ്രബോധിപ്പിച്ചേ? സാക്ഷ്യം പറഞ്ഞ്. ആമേൻ. എങ്ങനെയാ? സാക്ഷ്യം പറഞ്ഞ്. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണം. ഹല്ലേലൂയ. ആമേൻ. ഒരു അവിശ്വാസിയുടെ മുമ്പിൽ ചെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ വേണം പറയാൻ. ഹല്ലേലൂയ. അവിടെ അവർക്ക് വചനം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ആമേൻ. എന്താ വേണ്ടത്? സാക്ഷ്യം പറയണം. ആമേൻ. നിങ്ങളുടെ ലൈഫ് ഒരു സാക്ഷ്യമാകണം. ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന കർത്താവേ, എൻ്റെ ലൈഫ് ഒരു സാക്ഷ്യമാകട്ടെ. ഹല്ലേലൂയ. മനുഷ്യനെ തിരിക്കുന്ന സാക്ഷ്യം. ഹല്ലേലൂയ. ആമേൻ. അനേകരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാക്ഷ്യം, അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാക്ഷ്യം, അനേകരെ റിവൈവലിലേക്ക് കൊണ്ടുവരുന്ന സാക്ഷ്യം. എന്താ റിവൈവൽ? ഡോർ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്കുള്ള വാതിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഡോർ ടു ക്രൈസ്റ്റ്? ക്രിസ്തുവിലേക്കുള്ള വാതിലാ. എന്താ റിവൈവൽ? നീ ക്രിസ്തുവിലേക്ക് വരണം. ഇതൊരു റിവൈവലാണ്. ഇതൊരു റിവൈവലാണ്. ഓ, ഇത് ദൈവം നട്ട റിവൈവലാണ്.
ഇന്ന് പകൽ ആരൊക്കെ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി മാറും. നിന്റെ ജീവിതം ഒരു റിവൈവലായി മാറും. അതെ, നിന്റെ ജീവിതം ഒരു റിവൈവലായി മാറും. ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിക്കാം. ഓ ശബറഖദന എല്ലാം തന്നറല. ദൈവം ഒരു പേര് തരുമ്പോ ഇത് വെറുതെ തരുന്ന പേരല്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, എന്താ ഡോട്ട് ക്രൈസ്റ്റ്? ഇതിന്റെ അർത്ഥം എന്താ? അയ്യോ, യേശുവിലേക്കുള്ള വാതിൽ. റിവൈവൽ എന്താ? റിവൈവൽ എന്താന്നാ പറഞ്ഞേ? യേശുവിലേക്ക് തിരിയുക, യേശുവിലേക്ക് വരിക. അങ്ങനാണെങ്കിൽ ഇതെന്താ? ഡോട്ട് ക്രൈസ്റ്റ് എന്താ? ദൈവത്തിന്റെ റിവൈവലാണ്. ഇത് ദൈവത്തിന്റെ റിവൈവലാണ്. ഹല്ലേലൂയ. യാക്കോബിന്റെ പേര് മാറ്റി അവനെ ഇസ്രായേലിനെ ദൈവം വിളിച്ചപ്പോ ഇതിനെ ഡോട്ട് ക്രൈസ്റ്റ് എന്ന് വിളിക്കാൻ ദൈവം പറഞ്ഞെങ്കിൽ അവന്റെ മേൽ ഒരു പദ്ധതിയുണ്ട്, ഇതിന്റെ മേലൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ റിവൈവലായി ലോകത്തെ മാറ്റിമറിക്കുന്ന പകലാരൊക്കെ വിശ്വസിക്കുന്നു? പകലാരൊക്കെ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ട്രിവാൻഡ്രം പട്ടണത്തിന്മേൽ ഇതൊരു റിവൈവലായി നിൽക്കും. ട്രിവാൻഡ്രം പട്ടണത്തെ പ്രസിദ്ധമാക്കുന്ന ഒരു റിവൈവലാക്കി എന്റെ ദൈവം ഇതിനെ മാറ്റിമറിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവെന്ന റിവൈവലിസ്റ്റ്. ആമേൻ. പരിശുദ്ധാത്മാവെന്ന റിവൈവലിസ്റ്റ്. ഹല്ലേലൂയ. നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ടെങ്കിൽ, ഈ നാളുകൾ അതിനുവേണ്ടി ഒരുക്കമുള്ളവരാണെങ്കിൽ, അത് നിങ്ങളുടെ ലൈഫിനകത്ത് ഇറങ്ങി വരാൻ പോകുക. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വരാൻ പോകുക. ഹല്ലേലൂയ. ദൂതന്മാർ നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വരാൻ പോകുക. ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിന്റെ അസാധാരണ നിറവുകൾ, ഹല്ലേലൂയ, ഒരു പൂർണ്ണതയുടെ അനുഭവങ്ങൾ അത് നിങ്ങളുടെ ലൈഫിനകത്തേക്ക് ഇറങ്ങി വരാൻ പോകുക. ഇന്ന് പകൽ ആത്മാവിൽ ആർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണം ദൈവമക്കളെ. പത്രോസിനോട് വിളിച്ചു പറഞ്ഞ വാഗ്ദത്തം ഇതാ: ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ, ഈ സാധാരണ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ, ആമേൻ, പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ആമേൻ. റിവൈവൽ ആരംഭിച്ചു. ആമേൻ, ആമേൻ. അടുത്ത വാക്ക് 41 പറയുന്നു: അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ആമേൻ. എന്താ? ഒരു മുഖവനായിരുന്ന സാധാരണ മനുഷ്യന്റെ വാക്കുകൾ കൈക്കൊണ്ടു. ആര്? അവിടെയുള്ള സാധാരണ ജനങ്ങൾ. എന്നിട്ട് എന്താ സംഭവിക്കുന്നേ? ഹല്ലേലൂയ. 3000-ഓളം പേർ. എന്താ സംഭവിച്ചേ? 3000-ഓളം പേർ സ്നാനമേറ്റു. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? 20-നെ 120-ൽ നിന്നും കേറ്റിയ ദൈവം ഇതിനെ 3000-ലേക്ക് കയറ്റും. ഇതാ അബണ്ടന്റ് ഇൻക്രീസ്. ഒരു അബണ്ടന്റ് ഇൻക്രീസ് അത് ഈ സഭമേലും ആത്മാവിൽ ഇതിനെ ഡിക്ലെയർ ചെയ്യുന്നു. ഹല്ലേലൂയ. അത് നിങ്ങളുടെ സമസ്ത മേഖലയ്ക്കകത്തേക്കും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ സമസ്ത മേഖലയ്ക്കകത്തേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. 20 120 120 3000 ആമേൻ. ഇൻക്രീസ് ഉണ്ടാകുമോ? വർധനവുണ്ടാകുമോ? എന്തോ വരണം? പരിശുദ്ധാത്മാവ് വരണം. റിവൈവലിസ്റ്റ് വരണം. ഹല്ലേലൂയ. അതിനായി കാത്തിരിക്കണം. ഒരുമനപ്പെട്ട് കാത്തിരിക്കണം. സഭ കാത്തിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വപ്നം കണ്ട സാധനം വരത്തില്ല. ആമേൻ. പകൽ സ്വപ്നങ്ങൾ കണ്ടാൽ സാധനം വരത്തില്ല.
ഒരു വാക്യം കൂടെ വായിക്കാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, യേശു കർത്താവിനെ പിടിക്കുമ്പോൾ ക്രൂശിൽ തറയ്ക്കുവാൻ പിടിക്കുമ്പോൾ യേശുവിനെ എന്തോ ചെയ്തെന്ന് പറഞ്ഞ് 3 വട്ടം തള്ളിപ്പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഈ തള്ളിപ്പറഞ്ഞവൻ പിന്നെ മാറുന്നൊരു മാറ്റം നിങ്ങൾ കാണണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവനോട് പരീശന്മാരും ശാസ്ത്രിമാരും അവിടെയുള്ള പ്രമാണികൾ എല്ലാവരും കൂടെ ചോദിക്കുക, എന്താ നീ ചെയ്യുന്നേ? എന്തുകൊണ്ടാ ഇതൊക്കെ സംഭവിക്കുന്നേ? എങ്ങനാ ഈ വിടുതലൊക്കെ സംഭവിക്കുന്നേ? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് വിടുതലാ സംഭവിച്ചേ? ആമേൻ. 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. ഹല്ലേലൂയ. അവനെ നോക്കി ഇവർ പറഞ്ഞത് ഇങ്ങനെയാ, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ഹല്ലേലൂയ. നോക്കണേ, പത്രോസിന്റെ വാക്കിന്റെ മുമ്പിൽ ജന്മനാ ഉള്ളത് മാറിപ്പോയി. നിന്റെ മേലൊരു റിവൈവൽ സംഭവിച്ചാൽ ഹല്ലേലൂയ, നീ ഒരു സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. ഹല്ലേലൂയ. നീ ഒരു സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അത് ഈ കാലഘട്ടങ്ങളിൽ നടക്കുമോ? അസുസ സ്ട്രീറ്റിൽ നടന്ന റിവൈവലിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഇതൊക്കെ സംഭവിച്ചു. ക്യാൻസർ രോഗികൾ സൗഖ്യമായി. ആമേൻ. കാലില്ലാത്തവർക്ക് കാല് വന്നു, കണ്ണില്ലാത്തവർക്ക് കണ്ണു വന്നു. ആമേൻ. കേൾക്കാത്തവർ കേട്ടു. ഹല്ലേലൂയ. എന്ത് വേണം? നമ്മുടെ മേലൊരു റിവൈവൽ സംഭവിക്കണം. ഹല്ലേലൂയ. റിവൈവൽ എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് എങ്ങനെ വരും? നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കണം. ഒരുക്കത്തോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അത് നിന്റെ മേലൊരു ആത്മശക്തിയായി വെളിപ്പെടും. ആമേൻ. അത് നിന്റെ മേൽ ഒരു അബണ്ടന്റ് ഇൻക്രീസ് ആയി വെളിപ്പെടും. ഹല്ലേലൂയ. അത് നിന്റെ മേൽ ഒരു അസാധാരണ വർധനമായി വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. 20-നെ 120 ആക്കിയ ദൈവം, 120-നെ 3000 ആക്കിയ ദൈവം. ഹല്ലേലൂയ. ഈ സംഭവത്തിന് ശേഷം ആമേൻ, ഇവരൊക്കെ ചോദിച്ചു, ഇതെങ്ങനാ സംഭവിക്കുന്നേ? ഇവൻ പറയുന്ന മറുപടിയാ, നിങ്ങൾ ക്രൂശിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമായി. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ക്രൂശിച്ച ഒരുവനുണ്ട്, ആ യേശുവിന്റെ നാമത്തിലായി ഇവൻ സൗഖ്യമായത്. ഹല്ലേലൂയ. പത്രോസ് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു. എങ്ങനെ ഇവന് ധൈര്യം വന്നു? ഇവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവൻ യേശു മുമ്പിൽ നിന്നപ്പോൾ ഇവനെ ഒറ്റിക്കുവനെ ഹല്ലേലൂയ തള്ളി പറഞ്ഞവൻ ഇപ്പൊ പറയുക, ഇവൻ അടുത്തുപോലും ഇല്ലാത്ത സമയത്ത് പറയുക, അവൻ ഇവന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമായി എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. കാരണം എന്താ? അവന്റെ മേലൊരു റിവൈവൽ വന്നു. ഹല്ലേലൂയ. അവന്റെ മേലൊരു റിവൈവൽ വന്നു. അവൻ നിന്റെ മേലൊരു റിവൈവൽ വന്നാൽ നീ ഒരു സൂപ്പർ നാച്ചുറലായി നീ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ഒരു സൂപ്പർ നാച്ചുറലായി നീ രൂപാന്തരപ്പെടും.